നെയ്തേങ്ങ മഹാത്മ്യം. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും കൂടിച്ചേരലിൻ്റെ പ്രതീകമാണ് നെയ്യഭിഷേകം. ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ജനന മരണങ്ങളിലൂടെ വേദനകളിൽപ്പെട്ടുഴലുന്ന ജീവാത്മാവ് ഭഗവത് സായുജ്യം നേടുന്നതോടെ, അതായത് പരമാത്മാവിൽ ലയിക്കുന്നതോടെ അതിന് ജനന മരണങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടുന്നു. നെയ്ത്തേങ്ങയിലെ നെയ്യ് ഭഗവാന് അഭിഷേകം ചെയ്ത ശേഷം മുറിത്തേങ്ങ 18ാം പടിയുടെ താഴെയുള്ള അഗ്നികുണ്ഡത്തിൽ എറിയുന്നു. ജീവിതത്തിൽ നാം ചെയ്ത പാപപുണ്യങ്ങളുമാണ് ഇരുമുടിക്കെട്ടായി ശിരസിലേറ്റി കൊണ്ടുപോകുന്നത്. ഇരുമുടിയിൽ വെക്കുന്ന നെയ്ത്തേങ്ങ നമ്മൾ തന്നെയാണ് എന്നാണ് സങ്കല്പം. അതിലെ തേങ്ങ നമ്മുടെ ശരീരവും നെയ്യ് നമ്മുടെ ആത്മാവുമാകുന്നു. വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണിത്. നെയ്യഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവ് ഭഗവാനിൽ അർപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ശരീരമാകുന്ന നെയ്ത്തേങ്ങ ആഴിയാകുന്ന അഗ്നിയിലും സമർപ്പിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ നീയാകുന്ന ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഇന്നുവരെ ഞാൻ ചെയ്തുപോയ സകലവിധ പാപങ്ങളും പൊറുത്തു മാപ്പാക്കി എൻ്റെ ശരീരമാകുന്ന ഈ നാളികേരത്തിൽ ഞാനോ എൻ്റെ തലമുറയെ ഉണ്ടാക്കി വെച്ച മുജ്ജന്മ പാപങ്ങളും ഇഹത്തിലെ കർമ്മദോഷങ്ങളും ദുരിതങ്ങളും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അഗ്നിയാൽ ഭസ്മമാക്കി തന്ന് എന്നെയും നീയാം പൊരുളായി മാറ്റണമേ അയ്യനെ. ആത്മാവും ശരീരവും ഒത്തുചേരുന്ന ധന്യ നിമിഷങ്ങൾ. എന്നിട്ട് പവിത്രമായ ആത്മാവുമായി മലയിറങ്ങുന്നു. മരണാനന്തരം നടക്കുന്ന കാര്യങ്ങൾ സ്വാമി ജീവിതത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക.